പിന്നെ ഇത് തുടക്കത്തിൽ പറയാം, മുഖത്ത് നോക്കി സംസാരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോഴും ഞാൻ ചോദിക്കും എന്തോ സംഭവം ഒന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഡക്കടിച്ച് പറയില്ലേ, അത്ഭുതം അത്ഭുതം അവരും കന്യകയെന്ന് പിറന്നു. അതുപോലെ അവർക്ക് മുഖത്തേക്ക് സംസാരിക്കാറില്ല, എന്തോ സംഭവം എന്താ സംഭവം എന്തുകൊണ്ടാണ് അവർ പറയാത്ത. പണ്ട് യൂദാസ് കറിയോത്ത 30 വെള്ളി നാണയം ജനാറയ്ക്ക് വേണ്ടി റോമൻസിന് വേണ്ടി യഹൂദ്യരെ ഒറ്റ കൊടുത്തില്ലേ. അത് വില നക്കപ്പിച്ച സാലറിക്ക് ക്യാഷിന് വേണ്ടിയല്ല ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി അത് തൂങ്ങി ചത്തു എന്ന് പറഞ്ഞത്. വില കൊടുക്കാണ്ട് പെട്ട ഒരു സാക്രിഫൈസ് ചെയ്തേക്കണേ. അതിന് നക്കപ്പിച്ച സാലറിക്ക് വില ഇല്ലാണ്ട് ക്യാഷ് പാതിരികൾ നോണ പറയണ പോലെ ചെയ്യരുത്. മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും എന്തെങ്കിലും അവർക്ക് അറിയോ അതിനെക്കുറിച്ച്? അവർ മൊത്തം പൊട്ടത്തെറ്റ പറയുള്ളൂ. റോമൻ കാത്തലിക്സ് എന്താ പറയുക, പാതിരികളിൽ നിന്ന് ചെയ്തോട്ടെ, മാതൃ കാണിക്കുന്ന എല്ലാം കാട്ടിക്കൂട്ടലും ഓരോ ക്യാഷിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, അതിന് ചെയ്യാൻ പാടില്ല. വില കൽപ്പിക്കാണ്ട് വില ഇല്ലാണ്ട് ഓരോന്നും മ്യൂസിക് ഉണ്ടായാലും എന്തുണ്ടായാലും അതിന് ചെയ്യരുത്. മ്യൂസിക് കട്ടപ്പോകയാവും മാറും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് യൂദാസ് കറിയാത്ത 30 ദിനാറയ്ക്ക് 30 വെള്ളുള്ളി നാണയത്തിന് ചെയ്യരുതെന്ന് പറഞ്ഞത്. അത് തെറ്റാന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അത് അല്ലെങ്കിൽ യേശോ പറയില്ലേ എനിക്ക് ഇത്ര 30 വെള്ളി നാണയം തരണം എന്നാലേ ഞാൻ സാക്രിഫൈസ് ചെയ്യുള്ളൂ എന്ന് പറയില്ലേ. ഇവിടെ വില കൊടുത്ത് അതിന് ആ ഒരു പേഴ്സണാലിറ്റിയുടെ ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ച് വന്ന് സാക്രിഫൈസ് ചെയ്ത പുനരുദ്ധരിച്ച് മരവിച്ച് മിണ്ടാണ്ട് സഹിച്ച് അത് പുനരുദ്ധരിച്ച് വരണ റിസറക്ഷനിലേക്ക് വന്നത്. അപ്പം അറിയും അവർ നിക്കോദമസ് യോസഫിൻ്റെ ടോമ്പിൽ കൊണ്ടുവയ്ക്കുക, അല്ലാണ്ട് കുഴിച്ചിട്ടില്ല. ഉയർപ്പിനോട് ഇവർ ഉയർത്തു. മാലാഖമാരെന്ന് പറയുന്ന മനുഷ്യർ അത് പണ്ടാളി അന്നൊരു കാറ്റെന്തിനും വന്നിട്ടുണ്ടോ, ആ കാറ്റും മഴയുള്ള സമയത്തായിരിക്കും യോസഫ് നിക്കോദമസ് ടോമ്പിൽ കെട്ടത്. അപ്പോൾ ആ സമയത്ത് കല്ലറ തുറന്നിട്ട് പാറ നീക്കി വന്നു. എന്നുവെച്ചാൽ മിണ്ടാണ്ട് സഹിച്ചത് അത് ആടിൻ്റെ സാക്രിഫൈസും അതൊക്കെ നിന്നു. അതാണ് പറയണത്. അപ്പോൾ വിലയില്ലാണ്ട് നക്കപ്പച്ച സാലറിക്ക് ക്യാഷിന് വേണ്ടി പാതിരികളുടെ ആവശ്യമില്ല. നിന്ന് വെറുതേക്ക് ചെയ്യരുത്. ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കാൻ. അതുകൊണ്ട് ധൈര്യമില്ലാത്ത പോലെ നക്കപ്പച്ച സാലറിക്ക് വിലയില്ലാണ്ട് ചെയ്ത് ധൈര്യമില്ലാത്ത പോലെ വിലയില്ലാണ്ടാക്കി നക്കപ്പച്ച സാലറിക്ക് സാധാ ജോലി ചെയ്യണ പോലെ വെറുതേക്ക് ചെയ്തു. വെറുതേക്ക് എല്ലാ ദിവസവും പാതിരികൾ നിന്ന് ചെയ്യണു. പഴയ നിയമം പോയി, അത് ചെയ്യരുത്, അത് വിലയില്ലാണ്ട്, അതിൻ്റെ ആവശ്യമില്ല, അത് വെറുതേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ചെയ്യേണ്ട കാര്യം? ക്യാഷ് കൊടുത്ത് നക്കപ്പച്ച സാലറിക്ക് മെറ്റീരിയലിസ്റ്റിക് ജോബ് പോലെ മെറ്റീരിയലിസ്റ്റിക് ജോലി പോലെ ചെയ്യേണ്ട കാര്യം എന്താ? പൊലിഞ്ഞു പോകണം ജോബിന് പോലെ വിലയില്ലാണ്ട് ചെയ്യേണ്ട കാര്യം എന്താ? ആ പറഞ്ഞത് കറക്റ്റല്ലേ? അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക. യേശോ എപ്പോഴെങ്കിലും കാശ് മേടിക്കാന്നുണ്ട്, അല്ലെങ്കിൽ പങ്കുവയ്ക്കുക, സ്നേഹം പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ ഭക്ഷണം പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ സദുപദേശങ്ങൾ ചെയ്യാൻ ഒരാളുടെയും കാശ് തിരികെ മേടിച്ചിട്ടില്ലല്ലോ. തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യുക, സ്നേഹിക്കുക. ഇത്ര കാശ് തന്നാൽ മതി എന്നാലും സാക്രിഫൈസ് ചെയ്യുള്ളൂ എന്ന് വല്ലതും പറഞ്ഞുണ്ടോ? ഇല്ല. അത് നിങ്ങൾ ക്യാഷിന് വേണ്ടി മെറ്റീരിയലിസ്റ്റിക് ജോലി ചെയ്യണ പോലെ വിലയില്ലാണ്ടാക്കി ധൈര്യം ഇല്ലാണ്ട് ചെയ്യരുത്. അത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയാൻ പറ്റില്ല. മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് ഇത് പറയുമോ? ചിടങ്ങളെ നിരങ്ങി നീക്കൽ പറയും. നിങ്ങളുടെ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ആ തെറ്റിനെ ശരിയാക്കി കാണിച്ച കാര്യമുണ്ടാ. നിങ്ങൾ തെറ്റതിന് ചെയ്യണത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അത് വിടുത്താന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് നക്കപ്പച്ച സാലറിക്ക് വിലയില്ലാണ്ടാക്കലല്ല, ധൈര്യം ഇല്ലാണ്ട് ചെയ്യരുത്. ഇത്രയ്ക്ക് ബുദ്ധിമോശമുള്ളവർ ഇങ്ങനെയുള്ള എന്തിട്ട് വൃത്തികെട്ട പേരുകൾ, വൈദികൻ എന്നൊക്കെ പേര് കൊടുത്താണ് വൃത്തികെട്ട പാതിരികൾക്ക്. അതുപോലെ 5-6 ഹൈറ്റുള്ളവർക്ക്. പിന്നെ ഇൻ്റർനെറ്റിൽ അങ്ങനെ മമ്മൂട്ടി ഷിജിൻ്റെ മോനിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ 5-10 ഹൈറ്റിൽ നിന്ന് ഇൻ്റർനെറ്റിൽ വീണ്ടും ഈ ഒരു വെഡ്ഡികളാക്കേണ്ട കാര്യമുണ്ട്. 5-6 ഹൈറ്റുള്ളവർ 5-10 ഇൻ്റർനെറ്റിൽ എഴുതി വെച്ചു. ഈ പാതിരികളോട് ചോദിക്കുമ്പോൾ മര്യാദയ്ക്ക് ചോദിച്ചു പോവാ. അല്ലാണ്ട് ഈ ബൈബിളിൽ എഴുതി വയ്ക്കാത്ത അവർ ബൈബിളിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ, അങ്ങനെ സാങ്ഷൻ തരില്ലേ. ജീവനില്ലാത്ത ആരാച്ച് നടന്നു, ജീവനില്ലാത്തതും പ്ലാസ്റ്റിക്കും മെഷീനും മറ്റേ പ്ലാസ്റ്റിക്കും കല്ല് മണ്ണും ഉരുക്കി കണ്ണും മൂക്കും പെയിൻ്റ് അടിച്ച് അങ്ങനെ ആരാധിച്ചോ സാങ്ഷൻ ബൈബിൾ എഴുതിക്കില്ലേ. 3 തുള്ളി വെള്ളം ഒഴിക്കേണ്ടതല്ല, എന്നിട്ട് 3 തുള്ളി രാസനാദി വെള്ളം തളിക്കണ പോലെ 6-5 മാസം ജനിച്ച് തേക്കണ മുമ്പ് അങ്ങനെ നിർബന്ധ പ്രകാരം പെർമിഷൻ ചെയ്താൽ മതി എന്നല്ല പറയാം. മുങ്ങി നിവരണം. അത് മുങ്ങി നിവരണം പത്രോസ് പൗലോസ് അതന്നെ പറയണേ. അവിടെ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും പല മലങ്കരിയും സീറോ മലബാറും, ഒന്നാമത് സീറോ ആണ് അവർ. സീറോ മലബാറും മലങ്കരിയും യാക്കോബൈറ്റും ഇവരൊക്കെ അത് പറയുമോ? ബൈബിൾ വായിക്കാത്തവർ. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പാതിരികൾ പറയണം ഒരു വാക്യം മാത്രം വായിച്ചിട്ട് കാര്യം? അങ്ങനെയാണ് മുങ്ങി നിവരേണ്ട കാര്യം. എല്ലാം ബൈബിളിൽ പറഞ്ഞു മുങ്ങി നിവരേണ്ട കാര്യമില്ല. പാതിരികളുടെ ആവശ്യമുണ്ടെന്ന് നക്കപ്പിച്ച സാലറിക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കണമെന്ന് വേണ്ട. ഓരോ നക്കപ്പിച്ച സാലറിക്ക് ചെയ്തുകൊണ്ടിരുന്നോന്നല്ല പറയാം. പഴയ നിയമം പോയിട്ടുള്ള പാതിരി വേഷം കെട്ടി നടന്നോന്നല്ല പറയാം. ആ ബുദ്ധിബോധം വേണ്ട. മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് പറയാം, അങ്ങനെ പറയൂ. കുടിച്ച് നടക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും ഹിജടകളും ട്രാൻസ്ജെൻഡേഴ്സും പിൽസും അപോർഷനും ചെയ്ത് നടക്കണവർ പറയൂ. അപ്പോൾ ആദിവാസി സ്ത്രീക്ക് ചെകുത്താൻ ബാധിയാന്ന് കണ്ടറിയാം. അവർ മക്കൾ എന്തെങ്കിലും അരുന്ന് കൂട്ടി നേരത്തെ ചത്തു കഴിഞ്ഞാൽ അവിടെ വെടി ചത്തുപോയി അരുന്ന് കൂട്ടി ഇവർക്ക് രക്ഷപ്പെടാൻ കൂടി ഒരു പഴുതുകൂടിയില്ലല്ലോ. പെണ്ണാണെന്ന് നിങ്ങൾ പറയുമ്പോൾ മുഖത്തേക്ക് സംസാരിക്കാൻ പഠിക്കും. മുഖത്തേക്ക് സംസാരിക്കാൻ പറയാൻ പറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് സംസാരിക്കാൻ സാധാരണ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഭാരിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കാം.
എടാ മുഖത്തോക്കി സംസാരിക്കേണ്ട അവിടെ ഇവിടെ കാണുന്ന ഗുണമെന്ന് പറഞ്ഞിട്ട് അടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ കുടിച്ച് ഡക്കടിച്ച് നടക്കണോ, ഇരന്ന് കൂട്ടി വാങ്ങും. നിങ്ങൾ കുടിച്ച് ഡക്കടിച്ച് കൂട്ട് കഴിക്കണതിന് പകരം ഞാനല്ല കുടിച്ച് ഡക്കടിച്ച് കൂട്ട് കഴിച്ച് നടക്കേണ്ടത്. ഇത്ര നാളും ഇനിയും അങ്ങനെയാണ്. എടാ ഈ കൊള്ളണില്ല. നിങ്ങളും എഴുകാണ്ട് പോയി അധികം സമയം കളയാണ്ട് പോകാൻ നോക്കാൻ പറയണത്. അതുകൊണ്ടല്ലേ ഞാൻ ഒരു മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും ഇങ്ങനത്തെ ഫേക്കുകൾ കാണിച്ച് പറയിപ്പിച്ച് മാത്രം പറയണ ക്യാമറ കണക്ഷൻ എല്ലാം ഉള്ളവർ ആരെങ്കിലും ഇത് പറയൂ? അങ്ങനെ നിങ്ങൾ ചോദിക്കണതിന് അർത്ഥമില്ലല്ലോ. ഉള്ള കാര്യം നിങ്ങൾക്ക് ഉള്ള പോലെ ഇല്ലാത്ത പോലെ ആക്കാൻ പറ്റില്ലേ? അതിനെക്കുറിച്ച് ചോദിച്ചു വന്നാൽ അത് പറ്റില്ലേ? അല്ല ഞാനിപ്പോൾ ഇത് ദേഷ്യപ്പെട്ട പറയണേ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞാൽ അത് അതിനുള്ള സംസാരം കഴിച്ചാൽ ഒരു കറങ്ങി തിരിഞ്ഞാൽ വരുമോ? ഇല്ല. അപ്പം അത് നിങ്ങൾക്ക് അതറിയില്ല. എന്തൊരു ബുദ്ധിയില്ലായ്മയോടത്. ചെകുത്താമ്പാതിര അല്ല കണ്ട മനസ്സിലും ആദിവാസി സ്ത്രീ അല്ലെങ്കിൽ ഇത് ചോദിച്ചിട്ട് ശരി അങ്ങനെ പറഞ്ഞിട്ട് അവർ പറയാം അതൊന്നുമല്ല മുസ്ലിംസ് ആരെയും പറയുമെന്ന് അവർക്ക് അത് ചോദിക്കാൻ അറിയാണ്ട് തിരിച്ചു വന്ന് ഈ ചെടുങ്ങളെ ഇറങ്ങി കൂട്ടി വാങ്ങണ പോലെ ഇറങ്ങി നിൽക്കണ പോലെ ആക്കില്ല. അത് മാറാൻ ശ്രമിക്കും. ചെകുത്താമ്പാതിര തന്നെയാണ്. അവർക്ക് മാറാൻ പറ്റില്ല. എന്നാൽ ആദിവാസി സ്ത്രീയുടെ മോത കണ്ടറിയാം അത് ചെകുത്താമ്പാതിരയാണ്. അല്ലെങ്കിൽ പോങ്ങൻ്റെ മോത കണ്ടറിയാം. ഹൈറ്റ് 5-6 ഹൈറ്റുള്ള അടുത്ത് നിൽക്കാൻ പഠിക്കും. ആ അല്ലെങ്കിൽ വേറെ ഫോട്ടോ ഉണ്ടായിരുന്നു. ദിലീപ് എന്ന് പറഞ്ഞ ഫേക്ക് പേരുള്ള ഈ രാധാകൃഷ്ണൻ റെഡ്ഡിയുടെ കൂടെ ഷിജി നിൽക്കുന്നത് ശരിക്കും ഒരു ലെവലിൽ നിൽക്കണേ. 5-6 ആണോ 5-4 ആണോ എന്നറിയില്ലേ. എന്നിട്ട് ഇന്റർനെറ്റിൽ എഴുതി വെച്ചൊക്കെയാണ് സ്ത്രീ. അതിൻ്റെ എന്തിട്ടാ പറയാ, അവൻ്റെ ഒപ്പം വരുന്ന നടികളോട് അഭിനയിക്കുമ്പോൾ തന്നെ നടികൾക്ക് അത്ര ഉയരം ഉണ്ടാവില്ല. ആ ലെവലിൽ നിൽക്കുമ്പോൾ അപ്പം തന്നെ അറിയില്ല 5-6 ഹൈറ്റ് ഉള്ളതെന്ന്. എന്താണ് നിങ്ങൾ ബോധം വയ്ക്കാത്തത്? എന്നിട്ട് ഇന്റർനെറ്റിൽ എഴുതി വെച്ചാൽ 5'10" 5 ഫീറ്റ് 5 ഫീറ്റ് 10 ഇഞ്ചാ. ആ 5 ഫീറ്റ് 6 ഇഞ്ചിന് പകരം എടാ ശരിക്കുള്ളത് ഉള്ള പോലെ വന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ നക്കപ്പിച്ച സാലറിക്ക് എല്ലാം വൃത്തികേട് പറയിപ്പിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഷോർട്സ് പറയിപ്പിച്ച് മാത്രം പറഞ്ഞിട്ട് പറയിപ്പിച്ച മാത്രം ഡയലോഗ് പറയാം അവർ. ഒരു ആൾക്കാരവിടെ ചുറ്റും കൂടി നിൽക്കണ്ടോ അതിനു വേണ്ടി മാത്രം? നക്കപ്പിച്ച സാലറിക്ക് വേണ്ടി ഈ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും. ക്രിസ്ത്യൻസിൽ അപാകത പഠിച്ച വിഡിത്താണ് റോമൻ കാത്തലിക്സ്. അതിനൊരു ചെറിയ എക്സാമ്പിളാണത്. അതുപോലെ മലങ്കര, സീറോ മലബാർ അല്ലെങ്കിൽ ജാക്കോബൈറ്റ് എല്ലാം വായന്ന് വൃത്തികേട് മാത്രമേ വരുള്ളൂ. മുഖത്തേക്ക് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നീങ്ങിപ്പോവും. വല്ല കാര്യം ഉണ്ട് അതിന്. ശരിക്കുള്ള കാര്യം ചോദിച്ചാൽ അതിന് മാറാൻ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെകുത്താമ്പാതിര തന്നെയാണ്. ഇങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുകൂടിയില്ല. ഒരു ശുദ്ധീകരണ സ്ഥലം പറഞ്ഞ കറക്റ്റായിട്ട് പറഞ്ഞത് തന്നെ. അല്ലാണ്ട് പഴകിയ വല്ല അവർ കുടിച്ച് ഡക്കടിച്ച് നടക്കണവർ ഹിജടകൾ ആരെങ്കിലും പറയുമോ? 12 വയസ്സ് തൊട്ട് കുടിച്ച് നടക്കണ ഷിജിനും മോഹൻലാലൊക്കെ ആരെങ്കിലും പറയുമോ? ആയിരുന്നു കുട്ടി കുണിയും കുടിച്ച് ഡക്കടിച്ച് നടക്കണവരൊക്കെ പറയുമോ? ചെകുത്താമ്പാതിര അവർ തന്നെ ചെകുത്താമ്പാതിരാണ്. അവരിങ്ങനെ വിലയില്ലാണ്ട് അവർ ഇല്ലാണ്ടാവണം. അവർ സ്വന്തം വിലയില്ലാത്തതാവുകൊണ്ട് ഒരു പറഞ്ഞിട്ട് എന്ത് കാര്യം? എടാ നിങ്ങൾ തോൽക്കാൻ പോണ വിഡ്ഢികളാണ്. എന്തായാലും നിങ്ങൾ നെറ്റിയിൽ എഴുതി വെച്ചോ. നിങ്ങൾ പുഴുത്ത് ചാവാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ വിപരീത ചെയ്യണേ. നിങ്ങൾ രക്ഷപ്പെടാൻ പഴുതില്ല. ചെടുങ്ങളെ നേരത്തെ നിൽപ്പിക്കുക. അല്ലെങ്കിൽ ഞാൻ ബോഡി ലാംഗ്വേജ് എനിക്ക് അങ്ങനെയല്ല സംസാരിക്കുന്നത്. അങ്ങനെയാണോ അവരപ്പോൾ അങ്ങോട്ട് പോയിക്കാണോ? എന്നാണ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കണം ഇഷ്ടപ്പെട്ട അങ്ങനെ ചോദിക്കുമോ? അല്ലെ അപ്പം അങ്ങോട്ട് പോയിക്കാം. അതെ എന്നാൽ നമുക്ക് പിന്നെ കാണാം. അവരങ്ങോട്ട് പോയിക്കാം. എന്നാൽ നമുക്ക് ശബ്ദം കേട്ടില്ല. അങ്ങനെയല്ല സംസാരിക്കുക. അത് എൻ്റെ ബോഡി ലാംഗ്വേജ്. അല്ലെങ്കിൽ വേറെയുള്ള നിന്റെ റോമൻ കത്തിരികൾ അങ്ങനെയൊക്കെയല്ലേ സംസാരിക്കുക. കുടിച്ചിലക്കടിച്ച് നടക്കുന്നവരാണ്. ആ ബോധം വെക്കി. അവർക്കാണെങ്കിൽ തോളത്ത് ഒരു 10 ഗ്ലാസ് ഈ 10 ദിവസം ഒരു ഗ്ലാസ് കുടിക്കാൻ കഴിച്ചാൽ ഛർദ്ദിച്ച് നടക്കാനും ഒരു 80 70 76 80 40 60 25 വർഷം തീർന്നുണ്ടാവും. വായിലും ശരീരത്തിൽ എന്തൊക്കെ ക്യാൻസർ രോഗം ഉള്ളതെന്ന് അവർക്ക് തന്നെ അറിയില്ലേ. അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക ആരെന്താണ്. എടി പേര് നോക്കി സംസാരിക്കേണ്ടെങ്കിൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖത്ത് നോക്കി സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ കുടിച്ച് റഗ്ഗടിച്ചിരിക്കണം. നിങ്ങളുടെ തന്തയുടെ അതേ ശോഷിച്ച അവസ്ഥ മന്ദബുദ്ധിത്തരത്തിൽ നിന്നായിരിക്കും നീക്കണവർ. അങ്ങനെ തന്നെ നിങ്ങൾ തെറ്റ് മനസ്സിലാക്കി നിങ്ങൾ തെറ്റാന്ന് അറിയാം നിങ്ങൾക്ക്. അപ്പോൾ മന്ദബുദ്ധിത്തരം നിങ്ങളുടെ തെറ്റ് നിങ്ങൾ നെറ്റിൽ എഴുതി വെച്ചാണ്ട് നിങ്ങൾ. പിന്നെ ആ വിപരീതം നിങ്ങൾ റെഡിയാവാൻ പുഴുത്ത് നാറാൻ റെഡിയാവാനാണ്. പിന്നെ എന്തിനാണ് മാറാണ്ട് തയ്യാറായേണ്ട കാര്യം? അതാണ് പറഞ്ഞത്. നിങ്ങൾ തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റെന്ന് അറിയാം. പിന്നെ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം? ശരിയുള്ളത് കാര്യം സ്ട്രെങ്തായിട്ട് നടക്കാൻ അറിയില്ലേ? ഏതിന് മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് ഇത് പറയുമോ? അങ്ങനെയുള്ളവർ കുടിച്ച് ഡക്കടിച്ച് നടക്കവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെയുള്ളവർക്ക് നേരെ ഇങ്ങനെയുള്ള ബൈബിൾ എഴുതി വെച്ചാൽ എന്തെങ്കിലും സാങ്ഷൻ തന്നു. ജീവനില്ലാത്ത കാര്യമേള നടത്താനും ജീവനില്ലാത്തതിനെ ആരാധിക്കാനും പാതിരിവർഷം കെട്ടണതിന് നക്കപ്പച്ച സാലറിക്ക് വിലയില്ലാണ്ട് കാണിക്കണതിന് ഒരു പാട്ടെടുക്കാൻ കാലത്ത് മലയിൽ നിന്നും വിലാപത്തി മന്തി പിന്നെ ക്രൂസിലേറ്റുവാൻ അപരാധം ഞാൻ എന്ത് ചെയ്തു പറഞ്ഞിട്ട് വീണ്ടും ക്രൂസിലേറ്റി കൊല്ലാണ്. വിഡിത്തം വാല്യൂ ഇല്ലാണ്ട് ചെയ്യാണ്. വല്ല കാര്യമുണ്ട് അതിനൊക്കെ?
എന്നിട്ട് നക്കപ്പിച്ച സാലറിക്ക് ഓരോന്ന് ചെയ്തിട്ട് രക്ഷപ്പെടാൻ ഒരു പഴുതും കൂടി ഇല്ലാത്ത, അല്ലെങ്കിൽ ബൈബിളിൽ മൊത്തം എഴുതി വെച്ചാൽ ഇതൊക്കെ ചെയ്യാനായിട്ട്, വിഡിത്തം മൊത്തം ചെയ്യാനായിട്ട്, ജീവനില്ലാത്ത വിഡിത്തം. വിലയില്ലാണ്ട് അന്ന് വിലയോടെ തീർന്ന ഒരു വില കൊടുത്ത് ചെയ്ത വിലപ്പെട്ട് ചെയ്തത് പിന്നെയും വിലയില്ലാണ്ട് കാണിക്കേണ്ട കാശില്ലേ? റോമൻ കാത്തലിക്സ് അന്നേ ബൈബിൾ വായിക്കണല്ലേ, ഇപ്പോഴും അത് തന്നെ സെയിം. വെറുതെ എക്സാജറേഷൻ നോക്കിയിരിക്കുകയാണ്. വെളിപ്പാട് അതൊക്കെ എന്താ കാര്യം ഇതിനെ കൊണ്ട്? അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ കുടിച്ച് നടന്ന് വേശ്യകളുടെ കൂടെ. എൻ്റെ അടുത്ത് ഒരു പെണ്ണ് പോലും എൻ്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ ആണുങ്ങളാണെങ്കിലും തോളത്ത് കൈയിട്ട് നടക്കാനും കുടിച്ച് ഡ്രഗ് നടക്കാനും. അപ്പോൾ കുടിച്ച് ഡ്രഗ് നടന്ന് ഇങ്ങനെ അവർക്ക് ഭാര്യമാരില്ല, കുടിച്ച് ഡ്രഗ് നടക്കുന്ന വേശ്യകളെ കൂടെ, അന്ന് മൂവന്മാരുടെ കൂടെ. അതുകൊണ്ട് അവർ ഖുറാൻ എഴുതി വയ്ക്കുന്നത് ഫുള്ളും കറക്റ്റ് തന്നെയല്ല ഖുറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തെറ്റുണ്ടെന്ന് നന്നായി ബൈബിളിൽ പറയണ ഒന്നും കറക്റ്റായിട്ട് സെയിംനെസ് ഇല്ല. ഒരു കണക്ഷൻ വേണ്ടതെന്ന് പറയണതിന്. എന്തെങ്കിലും ഇപ്പോൾ ഫിഷ് ടാങ്ക് വളർത്തി കൊണ്ടുവരുന്ന രീതി അവർക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഇംഗ്ലീഷ് ഷോയിലൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അവരായിരുന്നു കൂടി ചത്തവരാണ്. അത് മനസ്സിലാക്കണം ബോധം. എന്തുട്ടല്ലാണ് നിങ്ങൾ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറയാം, അല്ലാണെന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് പറ്റില്ല. എൻ്റെ വീട്ടുകാർക്ക് വരെ നിങ്ങളുടെ മോന്ത നോക്കി സംസാരിക്കാൻ ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ എത്ര ചെകുത്താൻ ബാധ്യതയുടെ എല്ലാ മോന്തയും നിങ്ങൾ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കറുത്തതായും പോകൻ്റെ മോന്തയാണെങ്കിലും ഇങ്ങനെയുള്ള ജീവിച്ചിട്ട് കാര്യം. എന്തിനുള്ള ജീവിച്ചിട്ട് കാര്യം? ആത്മഹത്യ ചെയ്യട്ടെ. അങ്ങനെയുള്ളവർ ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ പറയാം. എൻ്റെ വല്ല ഹിന്ദി കുട്ക കാണ്ടുകളോ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ നോർത്ത് ഇന്ത്യയിലുള്ളവർ ആരെങ്കിലും പറയുമോ? അവർ ഈ കുട്ക കഴിച്ച് നടക്കാൻ നിങ്ങളുടെ പോലെ തന്നെ ഹിന്ദി മലയാളികളും കുറേ കന്നഡ കാണ്ടുകളും കൂടെ ആയിരുന്നു കൂട്ടി ചാവും, കുടിച്ചിട്ടൊക്കെ അടിച്ചിരിക്കും ഒരു ഗ്രൂപ്പിൽ. ഈ വെഡിത്തം പറയൽ തന്നെ വല്ല ബോധം ബുദ്ധിയുണ്ടോ നോക്കി അവർക്കൊക്കെ? ഒരു ആരോട് എന്താ പറയണേ, എന്താ ചെയ്യണമെന്ന് മനസ്സിലാക്കണ ബോധമല്ലേ? ഇങ്ങനെയുള്ളവർ നരകി നീങ്ങി ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? പെട്ടെന്ന് തന്നെ ഇങ്ങനെ ജീവിതം പറയാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ എത്ര ഉയരണ്ടായാലും തലയ്ക്ക് ബോധം പക്വത വെക്കാണ്ട് ഈ ബൈബിളിന് വിപരീതം ചെയ്തുകൊണ്ടിരുന്ന എവിടെ രക്ഷപ്പെടാൻ? ഇങ്ങനെയുള്ള ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ട് നടന്നിട്ട് കാര്യം? ഈ വെഡി റോമൻ കാത്തലിക്കും പ്രത്യേകിച്ച് ജാക്കോബൈറ്റും മലങ്കരും സീറോ മലബാർ എന്ന് പറഞ്ഞിരിക്കാനായിട്ട് എല്ലാം ബുദ്ധിമോശം. നക്കപ്പിച്ച സാലറിക്ക് വേണ്ടി, ക്യാഷിന് വേണ്ടി വിലയില്ലാണ്ട് ഓരോന്നും ചെയ്യുക, എല്ലാം കാട്ടിക്കൂട്ടൽ. അതാ ഞാൻ പറയണേ, നിങ്ങൾ ഏത് വെഡിനെ സ്വപ്നം കണ്ട സ്വയം മരുന്ന് കൂട്ടി വാങ്ങിക്കൊണ്ടിരിക്കണേന്ന്. ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ധൈര്യം ഇല്ലെങ്കിൽ ആ ആദിവാസി സ്ത്രീ ചെയ്യണ പോലെ പറഞ്ഞിട്ട് ചിടുങ്ങളെ നിരങ്ങി നീക്കിയിരിക്കില്ലേ? റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസ് തെറ്റാന്ന് മനസ്സിലാക്കിയിട്ടും ആ ആദിവാസി സ്ത്രീയുടെ ചെകുത്താൻ ബാധ്യതയുള്ള അവസ്ഥ അതിന് ചെയ്തിരിക്കില്ലേ? ആ ബോധം വേണ്ടേ? അല്ലെങ്കിൽ ധൈര്യം ഇല്ലാത്ത ഒരു ഗ്രൂപ്പിൽ എല്ലാവരും കൂടി എൻ്റെ അടുത്ത് ഒരു ധൈര്യം ഇല്ലാത്ത വീടുകൾ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക് ജീവനില്ലാത്തവരെ ആരാധിച്ച് എൻ്റെ പറഞ്ഞിരിക്കാൻ വരില്ലേ? എല്ലാവരെയും കുറിച്ച് കുറ്റം പറഞ്ഞിരിക്കാൻ. ഞാൻ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞു നടന്നിട്ടില്ലല്ലോ ഡിസ്കസ് ചെയ്യാൻ. ഇത് കറക്റ്റ് നേരെ ഒരു വഴിക്ക് സ്റ്റേറ്റ്മെന്റ് പറയണേ. അത് മനസ്സിലാക്കുള്ള ബോധമല്ലേ? അങ്ങനെ ആൾ 12 വയസ്സിൽ കുറിച്ച് നടക്കണവർ ഇത് പറയോ? അത് പറഞ്ഞ ഈ ജീവനില്ലാത്ത ആരാച്ച ബൈബിളിന് വിപരീതം ചെയ്യണ റോമൻ കാത്തലിക്സും ഒരു രക്ഷപ്പെടാൻ പഴുതില്ലാന്ന്. അതിലൂടെ ഹിന്ദുസും മുസ്ലിംസിനും എന്താ വെച്ചാൽ അവരൊരു എല്ലാം എല്ലാം വിപരീതം ചെയ്ത് എളിഞ്ഞിരിക്കണവരാണ്. അങ്ങനെ എളിഞ്ഞ് സംസാരിക്കും. അവർ പറഞ്ഞ ഏറ്റവും ധൈര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കണം വെച്ചാൽ അവരുടെ ഫുള്ളും ധൈര്യമായിട്ട് ഒരു കൂട്ടത്തിൽ, ധൈര്യം ഇല്ലാത്ത ഒരു കൂട്ടത്തിൽ ഇരുന്നിട്ട് ഗ്രൂപ്പിൽ ഇരുന്നിട്ട് ജീവനില്ലാത്തത് വെടിത്തം പുഴുത്തെന്ന് അറിയാൻ ശോഷിച്ച വാക്കുകൾ പറയാൻ ശോഷിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുക. വല്ല ഗുണമുണ്ടാ? ചെകുത്താൻ ബാധിതർ വരെ എളിഞ്ഞ് വളഞ്ഞ് ചിരിച്ചും ഭക്ഷണം ഉണ്ടാക്കി നടക്കും, ചിടുങ്ങളെ നിരങ്ങി നീക്കിയിട്ട്. വല്ല കാര്യമുണ്ടാ? ഏതിന് മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് ഇത് പറയോ? ആ പോങ്ങന്റെ തള്ള വരെ പറയും. പോങ്ങന്റെ തള്ള ഇപ്പൊ പള്ളിയുടെ അച്ഛന് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വലിയ വിശ്വാസമില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് നടക്കണേ? ഈ ബ്രിഡ് റോമൻ കാത്തലിക് കയ്യിൽ വെയിറ്റ് പിടിച്ചിട്ട് അവരെന്നെ പറയണേ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വലിയ വിശ്വാസമില്ല. എളിഞ്ഞു വളഞ്ഞ ആ പോങ്ങന്റെ തള്ള വെളുത്ത് ഉയരം കുറഞ്ഞത്. അതിന് അപ്പം തന്നെ അറിയാം ഇവർ ചെകുത്താൻ ബാധിരാന്ന്. എന്നിട്ട് നിങ്ങൾ ഈ ചെകുത്താൻ ബാധിരായ വിഡി റോമൻ കാത്തലിക്സും കൂടെ ഹിന്ദുസും മുസ്ലിംസും കൊണ്ട് ജീവനില്ലാത്തവരെ ആരാധിച്ച് ബൈബിളിന് വിപരീതം ചെയ്യേണ്ട കാര്യം എന്താ? അത് പറയണേ. ഇവര് ഇങ്ങനെ എന്താ ജീവനില്ലാത്ത മായം കാണിക്കാത്ത റോമൻ കാത്തലിക്സ് ഇല്ലാത്തവര് പെന്തകോസ്ത് ക്രിസ്ത്യൻസ് അവർ വേറെ ഇതിലെയും നല്ല സ്തുതിഗീതം ഹോളിൽ ചെയ്യണ കാര്യങ്ങളും യഹൂദിയ ക്രിസ്ത്യൻസും യഹൂദിയരും മാത്രമേ രക്ഷപ്പെടുള്ളൂ. ഇങ്ങനെയുള്ള റോമൻ കാത്തലിക്സിന്റെ തലയിൽ കയറ്റിച്ചിട്ട് വല്ല കാര്യമുണ്ടാ?
ബോധമില്ലാത്ത കുട്ടികളെല്ലാം പള്ളി പോക്ക് നിർത്തി വെച്ച് ബാപ്റ്റിസം എല്ലാം വന്നിട്ടും മുങ്ങി നിവരാണ്ട് ഇപ്പോഴും തലയിൽ രാസ്നാദി പൊടി വെള്ളം തളിക്കണ പോലെ 6 മാസം തികയാത്ത കുട്ടികൾക്ക് ചെറിയ നിർബന്ധപ്രകാരം നിർബന്ധിപ്പിച്ച് ഓരോ 3 തുള്ളി വെള്ളം ഒഴിച്ച് ക്രിസ്ത്യാനിറ്റി അവിടെ അറിവുള്ള സമയത്ത് 18 വയസ്സ് 20 വയസ്സ് 25 വയസ്സ് 30 വയസ്സിൽ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ബൈബിളിൽ എഴുതിയേക്കില്ലേ 3 തുള്ളി രാസ്നാദി പൊടി എങ്ങനെ വെള്ളം തളിപ്പിക്കണ പോലെ ചെയ്താൽ മതി എന്ന് അവിടെ പറയില്ലേ. എടാ പത്രോസ് പൗലോസ് ഉള്ള സമയത്ത് പത്രോസ് പൗലോസ് തന്നെ ചെയ്തായിരുന്നു. എല്ലാവരും 5000 പേര് മുങ്ങി വെള്ളത്തിൽ മുക്കി ഇവർക്ക് അതന്നെ ചെയ്താൽ മതി. അവിടെ 3 തുള്ളി വെള്ളം ഒഴിക്കേണ്ടത് അതന്നെ. അതിന് ബാപ്റ്റിസം എന്ന് പറയാൻ പറ്റുമോ? പാതിരി വേഷം കെട്ടണ്ടെന്ന് പറയണ പത്രോസ് പൗലോസ് തന്നെ പറയണേ, പാതിരി വേഷം കെട്ടരുത്, നിന്നൊന്നും ചെയ്യരുത്. പിന്നെ ഇതൊരു പത്രോസാണ് അവരുടെ സിംഹാസനത്തിന്റെ തന്തയുടെ കക്കൂസയിൽ കയറി നിന്നിട്ടാണ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണേ. പാതിരി വേഷത്തിന് കെട്ടേണ്ട ആവശ്യമില്ല, പിന്നെ ഇതിന് നിന്ന് ചെയ്യേണ്ട കാര്യം. പാതിരി വേഷം കെട്ടേണ്ട ആവശ്യമില്ല, പിന്നെ ഇതിന് നിന്നും ചെയ്യേണ്ട കാര്യം. അതന്നെ ബൈബിൾ പാതിരികളെ എല്ലാ ദിവസവും വെറുതേക്ക് വിലയില്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കണു, അതിന്റെ ആവശ്യമില്ല. പഴയ നിയമം പോയി, പിന്നെ എന്തിനാണ് അത് വിലയില്ലാണ്ടൊക്കെ ചെയ്യേണ്ട കാര്യം? പണ്ടേ തൊട്ട് ഏത് ഗാർഡൻ ഓഫ് ഫെഡറലിൽ ഉണ്ടായത് ഒരാണും വേറെ ആണും പെണ്ണായിട്ട് ചെയ്ത കാര്യം അത് ശാപമാണ്. നിങ്ങൾക്ക് ജോലി ചെയ്യുന്നത് ശാപമായിട്ടാവുന്നതാണ്. നക്കപ്പിച്ച സാലറിക്ക് നിങ്ങൾ വേറെ പൊലിച്ച് പണി ചെയ്യുന്ന പറയുന്നത് അത് ശാപമായിട്ടാവുന്നതാണ് ജോലി. പിന്നെ അത് ജോലിയുടെ പോലെ വില കൊടുക്കാണ്ട് കാര്യങ്ങൾ വിലപ്പെട്ട് ചെയ്തത് ഒരു സാക്രിഫൈസ്. എന്തിനാണ് നക്കപ്പിച്ച സാലറിക്ക് ഇവര് പാതിരികൾ സാക്രിഫൈസ് ചെയ്യണമല്ലോ, വിലപ്പെട്ട് ചെയ്തതിന് വിലയില്ലാണ്ടൊക്കെ നക്കപ്പിച്ച ഇവർ ക്യാഷ് മേടിക്കാനായിട്ട് ഇതിന് ചെയ്തുകൊണ്ടിരുന്നിട്ട് തട്ടിപ്പ് ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങളെ പോപ്പ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട പാതിരിയെന്ന് പറയണേ. അവിടെ ഇവിടെയും പ്രത്യക്ഷപ്പെട്ട മറിയം പ്രത്യക്ഷപ്പെട്ടത്, ആകാശത്ത് പ്രത്യക്ഷ വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ടു, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് തട്ടിപ്പായിരുന്നു, അതിനൊന്നും വിശ്വസിക്കാൻ പോരുതെന്ന്. പിന്നെ എന്തിനാണ് ജീവനില്ലാത്ത പ്ലാസ്റ്റിക് നീ ആരാധിച്ചോണ്ടിരിക്കണേ? അതൊന്നും ഈ പാതിരികളോട് ചോദിക്കാൻ അറിയില്ല. അവർ നോണ പറഞ്ഞു കേട്ട് ഇപ്പോഴും ഇരിക്കുകയാണ് അവിടെ. മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് പറയൂ ചെകുത്താൻ പാതിരല്ലെങ്കിൽ നിങ്ങൾ മാറില്ല അപ്പൊ തന്നെ. ഇല്ല, നിങ്ങൾ അത് തന്നെ ആ ചെകുത്താൻ പാതിര ആ തള്ളയുടെ മോന്ത കണ്ടറിയാം. ആദിവാസി സ്ത്രീയുടെ ചെകുത്താൻ പാതിരയുടെ എല്ലാ ലക്ഷണം ആ മോന്തയ്ക്കുണ്ട്. അത് മിക്കവാറും എൻ്റെ മക്കളെ കൊണ്ടായിരുന്നു കാണിപ്പിക്കും. അപ്പൊ ഞാൻ ഇവിടുന്ന് അയ്യേ വെഡി സത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അട്ടസ് ചിരിക്കേണ്ട കാര്യങ്ങളോ എനിക്ക് അവരുടെ അടുത്ത് കൂടെ പോകേണ്ട കാര്യമുണ്ട്. ഞാൻ പോണത് ഒരു കാര്യത്തിന് എൻ്റെ പണ്ടത്തോട്ട് പരിചയം വെച്ച് പോണവരുടെ അടുത്താണ്. ഇങ്ങനെയുള്ള പാതിരി വേഷം കെട്ടി നടക്കണ നമ്മുടെ എല്ലാ ലക്ഷണവും ആദിവാസി സ്ത്രീയും ആ പോങ്ങന്റെ തള്ളയുടെയും പോങ്ങന്റെ മോതലെ എല്ലാ ലക്ഷണത്തിലും വൃത്തികെട്ട് പറയണ നാവ് കെട്ടറിയാം. അല്ലെങ്കിൽ ഏത് ഹിന്ദി നോർത്ത് ഇന്ത്യൻസ് ആരെയും ഒരു കോപ്പി ചെയ്യാൻ പോകും? നോർത്ത് ഇന്ത്യൻസും ഈസ്റ്റ് ഇന്ത്യയിലുള്ള ആരെയും പറയോ? കന്നഡ കാണ്ടുകൾ, ഹിന്ദി കാണ്ടുകൾ, കാണ്ടുകൾ, കോഴിക്കോടുള്ള മലയാളി കുണ്ടന്മാരത് പറയോ? അതും ആലോചിക്കണ ബോധമില്ല. എന്നിട്ട് എല്ലാ ലക്ഷണമുള്ള ഈ ചെകുത്താമാതിരിയുടെ ആദിവാസി സ്ത്രീയുടെ മോന്ത സ്വന്തം ചിടുങ്ങളെ മക്കള് പറയാൻ പറ്റുമോ? നേരെങ്കിൽ നീക്ക് വരെ. എന്നിട്ട് എന്തെങ്കിലും അകാലത്തിൽ അരുന്ന് കുട്ടി ചത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഡ്രസ്സ് ചെയ്തിരിക്കും, അല്ലേ വീട്ടിൽ ചത്തു പോയെന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കാൻ ഇവർക്ക് മാറേണ്ടവർ മാറണം. അല്ലാണ്ട് ഈ ആദിവാസി സ്ത്രീയുടെ ചെകുത്താൻ ബാധ്യതയും കൊണ്ട് നടന്ന കാര്യമുണ്ട്. ആ ചെകുത്താൻ ബാധിതരായ ആദിവാസി സ്ത്രീ ആ പോങ്ങന്റെ മോന്തയിൽ നോക്കി സംസാരിക്കുമ്പോൾ അറിയാം അത് ചെകുത്താൻ ബാധിതരുടെ എല്ലാ മോന്തയിൽ ലക്ഷണം ഉണ്ടെന്ന്. എന്തിനെങ്ങനെയുള്ള ജീവിച്ചിട്ട് കാര്യം? ജീവിതം എന്ന് പറയാൻ പറ്റുമോ? പോയി ആത്മഹത്യ ചെയ്യട്ടെ അങ്ങനെയുള്ളവര്. എന്തെങ്കിലും ഈ വൃത്തികേട് പറയണ ധൈര്യമില്ലാത്ത ഗ്രൂപ്പുകാരോട് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറഞ്ഞാൽ അന്ന് തൊട്ട് പറ്റില്ല, എളിഞ്ഞ ഞങ്ങൾ പോവും. വല്ല ഗുണമുണ്ട് എങ്ങനെ ചെയ്യണമായിട്ട്? എന്നിട്ട് ഈ വിഡിത്തം തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. എൻ്റെ മുഖത്തേക്ക് സംസാരിച്ചിട്ട് നമ്മൾ സാധാരണ രീതി സംസാരിച്ചിട്ട് വേണം ബാക്കിയുള്ള ഭാരിച്ച കാര്യങ്ങൾ സംസാരിക്കുമോ നമുക്ക് നോക്കാം. ഒരു കാര്യം പൂർണ്ണ പറയിപ്പിച്ച് മാത്രമല്ലാണ്ട് ഒരു വൃത്തികെട്ട ആദിവാസി സ്ത്രീയുടെ ബോധം കണ്ടറിയാം. എല്ലാ ആൽഫി എന്തെങ്കിലും ആയിക്കോട്ടെ, സിജോയുടെ ഭാര്യ, എല്ലാ വക എൻ്റെ വീട്ടുകാർക്ക് ഒരു ആ സ്ത്രീയുടെ മോന്തയ്ക്ക് നോക്കി സംസാരിക്കാൻ ഇഷ്ടമല്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ആദിവാസി സ്ത്രീ അത് ചെകുത്താൻ ബാധിതരുടെ എല്ലാ ലക്ഷണമുള്ള ആ സ്ത്രീ എത്ര വേഗം ഒരു ഇതാവണം വിഡ്ഢി സ്ത്രീ മാറാൻ തയ്യാറല്ല. പാതിരികളോട് ചോദിക്കേണ്ട കാര്യം ചോദിക്കാണ്ട് ആ നുണയും കേട്ട് വന്നൊക്കെയാണ്. അവിടെ പാതിരി വേഷം കെട്ട് നടക്കണം. ഒരു ബൈബിള് എഴുതാത്ത കാര്യങ്ങൾ വിപരീതം പലതും ചെയ്യും. നക്കപ്പിച്ച സാലറി ക്യാഷിന് വേണ്ടി വിലയില്ലാണ്ടാക്കാൻ. എന്നിട്ട് അതും കൊണ്ട് തലയിൽ കയറ്റി വെച്ചിരിക്കുക, നോണം പറയുന്നത് കേട്ട് വന്നിരിക്കുക. അവിടെ ഉള്ള കാര്യം മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല. അതാണ് നിങ്ങളോട് നിങ്ങൾ മെഴുകാണ്ട് പോയി സമയം കളയാണ്ട് പോവാൻ നോക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനത്തെ സോഷ്യൽ വാക്കുകൾ പറഞ്ഞ് നടന്നിട്ടില്ലേ? പറയാത്ത കാര്യം പറഞ്ഞില്ല തന്നെ പറയും. എന്നിട്ട് എന്താ കാര്യം ഇങ്ങനെ ശോഷിച്ച വാക്കുകളും പറഞ്ഞ് സ്വയം മെഴുകാണ്ട് പോകാൻ നോക്കാൻ പറയണം. ഞാൻ അതുകൊണ്ടാണ് പറയണേ, പോയി സമയം കളയാണ്ട് പോകാൻ നോക്കാൻ പറയണം. ആരോടെ സംസാരിക്കണം? നിങ്ങൾ എന്നോട് തന്നെയാണ് സംസാരിക്കണേ, അത് പറ്റില്ല. എല്ലാ വക വെഡിത്തം തല കയറ്റി വെച്ച് മാറാൻ തയ്യാറാവാണ്ട് ഈ ചെകുത്താൻ ബാധിതരായ ഇത് കൊണ്ടിരുന്നോ നിങ്ങൾ? എന്താ കാര്യം ഇങ്ങനെയൊക്കെ?